പുലിപ്പേടിയിൽ കഴിയുന്ന കണിച്ചാർ പഞ്ചായത്തിലെ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്നതിന് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് യോഗം ചേർന്നു. തുടർച്ചയായി നാട്ടുകാർ പുലിയെ കണ്ട 12ാം വാർഡായ കിഴക്കേ മാവടിയിലാണ് യോഗം ചേർന്നത്. ജനപ്രതിനിധികളും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും യോഗത്തിൽ പങ്കെടുത്തു. കണിച്ചാർ പഞ്ചായത്തിൽ തുടർച്ചയായി നാട്ടുകാർ പുലിയെ കണ്ടതിന്റെ പശ്ചാത്തലത്തിൽ ഇവരുടെ ആശങ്ക പരിഹരിക്കുന്നതിന് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് കിഴക്കേ മാവടിയിൽ യോഗം ചേർന്നത്. അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. പ്രദേശത്ത് പുലിയില്ല എന്ന് വിശ്വസിക്കാൻ പറ്റില്ലെന്നും പ്രദേശത്ത് വനവകുപ്പ് പരിശോധന ശക്തമാക്കണമെന്നും നാട്ടുകാർ പറമ്പുകളിലെ കുറ്റിക്കാടുകൾ വെട്ടിത്തെളിക്കണമെന്നും MLA ആവശ്യപ്പെട്ടു. അപ്പോൾ എനിക്ക് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരോട് പറയേണ്ടത് ഇതിൽ കൂടുതൽ എന്താണ്? ഇവിടെ പുലിയുടെ സാന്നിധ്യം ഈ പ്രദേശത്തുണ്ടെന്നുള്ളത് വിശ്വസിക്കാൻ ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത്? അത് പറയുമ്പോൾ കുറെ അനുബന്ധ അനുഭവങ്ങൾ കൂടിയുണ്ട്. അപ്പം നിങ്ങൾക്കറിയാം, ചതിരൂരിൽ, കീഴ്പള്ളി ചതിരൂരിൽ ഒരു വീട്ടമ്മ, ഞാൻ വീട്ടമ്മയോട് സംസാരിച്ചു, പത്രത്തിൽ വന്നു. ഞാൻ സംസാരിച്ച വത്സ എന്ന വീട്ടമ്മ, ഭർത്താവ് ഷുഗർ രോഗം കൂടി കാല് മുറിച്ച് കിടക്കുക. അവർ രാത്രി 9 മണിക്കാണ് ടവർ ടാപ്പ് ചെയ്യുന്നത്. 11 മണിക്ക് പാലെടുത്ത് ഉറയൊഴിച്ച് അവരുടെ പട്ടിയുണ്ട്, തൊടലെ പട്ടീനെ പിടിച്ചിട്ടുണ്ട്. ഒരു വീട്ടുമുറ്റത്ത് നിന്ന് ഉറയൊഴിച്ച് കഴിച്ചിട്ട് ലൈറ്റ് അടിക്കുമ്പോഴാണ് ഈ ഗേറ്റിൻ്റെ ആ ദൂരത്തിലുണ്ടാവും ഈ മൃഗത്തെ കാണും. അവരത് കടുവായെന്നാണ്. രണ്ടാമതൊന്നും കൂടെ ലൈറ്റ് അടിച്ചപ്പോൾ ഈ സാധനം ഈ ലൈറ്റിൻ്റെ ഇങ്ങോട്ട് അവരുടെ നേരേക്ക് വന്നു. വന്നപ്പോൾ പട്ടിക്ക് ഇതിനെക്കുറിച്ച് അറിയാവുന്നത് കൊണ്ട് പട്ടി ഇവരെ വലിച്ചുകൊണ്ട്, കാരണം ഇവരെ പട്ടിയുടെ തുടൽ ഇവരുടെ കയ്യിലാവണ്ടേ, പട്ടി വലിച്ചുകൊണ്ട് ഇവരുടെ വീട്ടിലേക്ക് കയറി. പട്ടിക്ക് എൻ്റെ അപകടം മനസ്സിലാക്കിയിട്ട് പട്ടി വലിച്ചുകൊണ്ട് ഇവരുടെ വീട്ടിലേക്ക് കയറി. നാട്ടുകാർ പുലിയെ നേരിട്ട് കണ്ടിട്ടും അത് അംഗീകരിക്കാൻ വനംവകുപ്പ് തയ്യാറാകുന്നില്ലെന്ന് പഞ്ചായത്ത് അംഗം സുനി ജസ്റ്റിൻ യോഗത്തിൽ പറഞ്ഞു. നാട്ടുകാർ കണ്ട ജീവി ഏതാണെന്ന് കണ്ടെത്താൻ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകുന്നില്ല. പുലിയാണെങ്കിലും കാട്ടുപൂച്ചയാണെങ്കിലും അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ബാധ്യത വനംവകുപ്പിനുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 1 മാസമായിട്ടും പ്രദേശത്ത് നിന്നും പുലിയുടെ കാൽപ്പാടുകളോ കാഷ്ടമോ മൃഗങ്ങളെ ഭക്ഷിച്ചതിന്റെ അവശിഷ്ടമോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും കാട്ടുപൂച്ച പല വലുപ്പത്തിലുള്ളതായും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ യോഗത്തിൽ വ്യക്തമാക്കി. പുലിയുടെ കാൽപ്പാടിന്റെ വലിപ്പമുള്ള കാൽപ്പാട് ഇതുവരെ കിട്ടിയിട്ടില്ല സാറേ. അതായത് ഒരു പുലി ഏറ്റവും ചുരുങ്ങിയത് ഒരു ശരാശരി പുലി ഒരു 50 കിലോ ഉണ്ടാവും. 50 കിലോ 4 കാലിൽ ഒരു 15 കിലോ എന്തായാലും ഒരു പ്രത്യേകത നടക്കാൻ പറ്റും. അപ്പോൾ എവിടെയേലും ഒരു പുലിയെ കണ്ടെന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കാൽപ്പാട് ഉണ്ടാകുമ്പോൾ പ്രതീക്ഷയിലാണ് നമ്മൾ കാൽപ്പാട് പറഞ്ഞത്. അത് മാത്രമല്ല, 1 മാസമായിട്ട് നമ്മളിങ്ങനെ പറയുമ്പോൾ എവിടെയേലും ഒരു പുലിയുടെ കാഷ്ടം അല്ലെങ്കിൽ പുലി തിന്നു എല്ലാം. ഇതിപ്പോ നിങ്ങളാ ഈ പുലിയെ കണ്ടു എന്ന് പറഞ്ഞാൽ, പുലിയുടെ ശബ്ദം കേട്ടു എന്ന് പറഞ്ഞാളാ വെല്ലുവിളിക്കുന്ന രീതിയിൽ നിങ്ങൾ കണ്ടത് പുലിയല്ല എന്നുള്ള രീതിയിൽ എല്ലാം നമ്മൾ നിങ്ങളോട് പറയുന്നത്. കൂട് സ്ഥാപിക്കണമെന്നും ക്യാമറ സ്ഥാപിക്കണമെന്നും ഉൾപ്പെടെയുള്ള ആവശ്യവും യോഗത്തിൽ ഉയർന്നു. നേരത്തെ വിവരം അറിയിച്ചിട്ടും വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുക്കാഞ്ഞതിലും വിമർശനമുയർന്നു. ജിബിൻ ജെയ്സൺ, റോയ് ജോൺ, PK മണി, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ KV ഷിജിൻ, K ഷൈജു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പേരാവൂർ.